ഇറാൻ പ്രധാനമന്ത്രി ആയത്തുല്ല അലി ഖമനയി കൊല്ലപ്പെട്ടതോടുകൂടി ഇറാന്റെ പ്രതികാര നടപടികൾ കനക്കുകയാണ്. 3 പതിറ്റാണ്ടിലേറെ ഇറാനെ സ്വന്തം കൈവെള്ളയിൽ കൊണ്ടുനടന്ന മനുഷ്യൻ, ഇസ്ലാമിക വിപ്ലവത്തിന്റെ അമരക്കാരൻ, അമേരിക്കയെയും സഖ്യരാജ്യങ്ങളെയും വകവയ്ക്കാതെ ഇറാനെ സൂപ്പർ പവറാക്കിയ അനിഷേധ്യ നേതാവ് ആയത്തുല്ല അലി ഖമനയിക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായിരുന്ന ആയത്തുല്ല റുഹല്ല ഖമനിയുടെ പിൻഗാമിയാണ് പണ്ഡിതനായിരുന്ന ആയത്തുല്ല അലി ഖമനയി. 1989 ഇറാന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഇറാൻ സർക്കാരും സൈന്യവും കോടതിയുമെല്ലാം ആത്മീയ നേതാവായ അലി ഖമനയിലേക്ക് ചുരുങ്ങി. തനിക്ക് കീഴിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന സൈന്യത്തെയും കെട്ടിപ്പടുത്തു. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പുതിയ വഴിത്തിരിവുണ്ടാക്കിയതും ഖമനയിയായിരുന്നു. തീവ്ര ഇസ്ലാമിക നിലപാടുകളാണ് എക്കാലവും ഖമനയി സ്വീകരിച്ചത്. കടുത്ത പാശ്ചാത്യ വിരുദ്ധനായിരുന്ന ഖമനയി അമേരിക്കയുടെ മരണം ഇസ്രായേലിന്റെ മരണം എന്ന മുദ്രാവാക്യം ഇറാൻ സൈന്യത്തിന്റെ ആപ്തവാക്യമാക്കി മാറ്റി. ഏതു വൻ ശക്തിയെയും നേരിടാൻ പോകുന്ന കരുത്ത് ഇറാനുണ്ടെന്നും സ്വയം പര്യാപ്തമാകുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്നും പ്രഖ്യാപിച്ചു. യുറേനിയം സമ്പുഷ്ടീകരിക്കാനും രാജ്യത്തിന്റെ വികസനത്തിനായി അത് പ്രയോജനപ്പെടുത്താനും വലിയ ഗവേഷണ പദ്ധതികൾക്കാണ് ഖമനയി രൂപം നൽകിയത്. ഇതിനായി അതിവിദഗ്ധരായ ശാസ്ത്രജ്ഞരെയും നിയോഗിച്ചു. ആണവായുധം നിർമ്മിക്കില്ലെന്നും പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരിക്കുമെന്നും ഉറച്ച നിലപാടെടുത്തു. തദ്ദേശീയമായി ദീർഘദൂര മിസൈലുകളടക്കം നിർമ്മിക്കാൻ ഇറാൻ സൈന്യത്തോട് നിർദ്ദേശിച്ചു. ഇത്തരത്തിൽ നിർമ്മിച്ച മിസൈലുകൾ 12 ദിന യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളിലും ഇറാൻ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം രാജ്യത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ മതിയായ നടപടികൾ സ്വീകരിക്കാതിരുന്നതും സബ്സിഡികൾ നിർത്തലാക്കിയതും ജനങ്ങളെ ചൊടിപ്പിച്ചിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയും കറൻസിയുടെ മൂല്യത്തകർച്ചയും കൂടിയായതോടെ ജനം തെരുവിലിറങ്ങി. തൊഴിലില്ലായ്മ എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്കെത്തി. എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആഭ്യന്തര പ്രതിഷേധത്തെ ഉരുക്കുമുഷ്ടിയോടെ ഖമനയി അടിച്ചമർത്തുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഡിസംബർ അവസാന വാരം ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര പ്രക്ഷോഭത്തിൽ ഖമനയിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ജനം തെരുവിലിറങ്ങി. ഏകാധിപത്യം അവസാനിപ്പിക്കാൻ കാലമായെന്നും ഇറാന് ഈ നേതൃത്വമല്ല വേണ്ടതെന്നും ജനം ഏറ്റുവിളിച്ചു. തുടക്കത്തിൽ അയഞ്ഞ സമീപനം സ്വീകരിച്ചുവെങ്കിലും പ്രക്ഷോഭം രാജ്യം മുഴുവൻ വ്യാപിക്കുന്നുവെന്ന് കണ്ടതോടെ ഖമനയി ഭരണകൂടം സ്വന്തം പൗരന്മാർക്കെതിരെ തിരിഞ്ഞു. ഇറാഖിൽ നിന്നു വന്ന് സൈന്യത്തെ ഇറക്കി പ്രക്ഷോഭം അടിച്ചമർത്തിയെന്നാണ് വാർത്തകൾ പുറത്തുവന്നത്. ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. 7000-ഓളം പേർ തടവിലാക്കപ്പെട്ടു. പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ ഒടുങ്ങി വരുമ്പോഴാണ് അമേരിക്കയുമായി ആണവ ചർച്ചകൾക്ക് ഖമനയി ഭരണകൂടം തുടക്കം കുറിച്ചത്. ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ അമേരിക്ക ഇറാൻ കരാർ സാധ്യമാകുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരിക്കെ 3ാം വട്ട ചർച്ചകൾ അലസിപ്പിരിയുകയാണുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇറാനെ ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് അമേരിക്ക ആക്രമിച്ചത്. ആക്രമണത്തിൽ 200-ലേറെ ഇറാൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 747-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിലാകെ അശാന്തി പടർന്നിരിക്കുന്നു. ലോകം സമാധാനം കാത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.